അഞ്ജലി ഒരാളുടെ തലക്കടിച്ചതും അയാളെ ബോധം പോയിട്ടുള്ളൂ. പക്ഷെ അയാൾ മരിച്ചു എന്ന് കരുതിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു കുറ്റം അർജുൻ ഏറ്റെടുക്കാണ്. പിന്നെ അയാൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പുറത്തു വരും. അഞ്ജലി അർജുനോട് നീ എന്ത് വിചാരിച്ചിട്ടാ നീ ആ കുറ്റം ഏറ്റെടുത്തത്, നിന്റെ ഭാവി ഇപ്പൊ പോയനെന്നല്ല പറയാണ്. എന്നാൽ അർജുൻ ആ ഒരു സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല, നിന്നെ എങ്ങനെ രക്ഷിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചത് എന്ന് പറയാണ്. ഇപ്പൊ അഞ്ജലിയും അവന്റെ മുഖത്ത് നോക്കി ചിരിച്ച് നടക്കുമ്പോഴാന്ന് വെച്ചാല് അവളുടെ കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനെ കുറിച്ച് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവൾക്ക് അതിന്റെ വേദന അറിയുന്നത്. ഇപ്പൊ അവൾക്ക് നടക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത് കണ്ട അർജുനും അവളെ പൊക്കിയെടുത്ത് നടക്കാണ്. പക്ഷെ കുറച്ചു ദൂരം മാത്രമേ അവന് പൊക്കി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവന്റെ കൈ കാണിച്ചതും അവൻ നിലത്ത് നിർത്താണ്. ഇപ്പൊ ഹോസ്പിറ്റലിലെത്തിയ അർജുനും അവളുടെ സിസ്റ്ററിനോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ അഞ്ജലിയുടെ അമ്മൂമ്മക്ക് വയറ് വേദനിക്കുന്നു, ജ്യൂസ് കുടിച്ചാൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്നും പറയാണ്. അത് കേട്ട അർജുനാന്ന് വെച്ചാല് ഞാൻ പോയിട്ട് ജ്യൂസ് വാങ്ങി കൊണ്ടുവരാന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അഞ്ജലി വന്നിട്ട് അർജുനെ കണ്ടു എന്ന് സിസ്റ്ററിനോട് ചോദിക്കുമ്പോ അമ്മൂമ്മനെ കോംപ്രമൈസ് ചെയ്യുന്ന തിരക്കിലാന്ന് വെച്ചാൽ സിസ്റ്റർ അർജുൻ പോയി എന്ന് മാത്രമാണ് പറഞ്ഞത്. അഞ്ജലിയും അങ്ങനെ ഇങ്ങനെ ഒന്നും അർജുൻ വിട്ടുപോകില്ലല്ലോ, അവനെന്താ പോയത് എന്ന് ആലോചിച്ച് പുറത്തു പോയി നോക്കുമ്പോ കാറും എടുത്തുകൊണ്ട് പോണ അർജുനെയാണ് കാണുന്നത്. അവളും അത് കണ്ട് വിഷമിക്കുന്നുണ്ട്. ഒറ്റക്കാക്കി പോയി എന്ന് അവളും വിചാരിക്കുകയാണ്. ഇപ്പൊ അവള് വിഷമത്തോടുകൂടി ടെറസിന്റെ മുകളിൽ പോയി ഇരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ അവളുടെ അച്ഛൻ മരിച്ചത് മുതലേ അവളുടെ കുടുംബം നോക്കിയിരുന്നത് ഇവളായിരുന്നു. ഇവളിങ്ങനെ തളർന്നിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കുടുംബം മുന്നോട്ട് പോകില്ല എന്നും ഇന്നൊരു ദിവസം മാത്രം കണ്ട ഒരു ചെക്കന് വേണ്ടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ച് അഞ്ജലി താഴേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അർജുനാന്ന് വെച്ചാൽ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അമ്മൂമ്മക്ക് വേണ്ടിട്ട് ഓറഞ്ച് ജ്യൂസും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു ജ്യൂസ് അമ്മൂമ്മക്ക് കൊടുക്കുമ്പോൾ അഞ്ജലി അർജുനെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ ഉദ്ദേശം എന്താണ്, നീ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാനറിയാം, നീ പൊയ്ക്കോളാനായിട്ട് പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലിയുടെ മാമൻ അവിടേക്ക് വരുന്നുണ്ട്. ആക്ച്വലി അവന്റെ ഫോട്ടോ അയച്ചു കൊടുത്തതേ ഈ ഒരു മാമനായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ആരാണെന്ന് കണ്ടപ്പോ തന്നെ ആ മാമന് മനസ്സിലാവാണ്. ഇപ്പൊ ഡോക്ടേഴ്സും പേഷ്യന്റിനെ കാണാനായിട്ട് അവരെ വിളിക്കുന്നുണ്ട്. അമ്മനെ കണ്ടപാടെ അമ്മ അന്വേഷിക്കുന്നത് അഞ്ജലി ആ ഒരു പയ്യനെ കാണാൻ പോയിട്ട് എന്തായി ആ പയ്യൻ അഞ്ജലിയെ ഇഷ്ടപ്പെട്ടോ എന്നാണ്. മകളുടെ കാര്യം ആലോചിച്ച് അമ്മക്ക് അത്രയും ആദ്യം ഉണ്ടായിരുന്നു. ആ ഒരു മാമനാന്ന് വെച്ചാല് നീ വിഷമിക്കൊന്നും വേണ്ട, ആ പയ്യൻ ഇപ്പൊ അതേ നിന്നെ കാണാനായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അർജുനോട് അമ്മ എന്റെ ഈ കണ്ടീഷൻ കണ്ടിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട, എന്റെ മോൾക്ക് ഞാൻ ഒരിക്കലും ബാധ്യതാവൂല, എന്നെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നെല്ലാം പറയാണ്. എന്നാ അർജുൻ അത് തിരുത്തിക്കൊണ്ട് അഞ്ജലിക്ക് ഒരിക്കലും നിങ്ങൾ ഭാരമല്ല, നിങ്ങളാണ് അവളുടെ സ്ട്രെങ്ത് എന്നെല്ലാം പറയാണ്. അമ്മയോട് അർജുൻ സംസാരിക്കുന്ന കഴിഞ്ഞിട്ട് വന്ന അഞ്ജലിയാന്ന് വെച്ചാല് അർജുനോട് ദേഷ്യം വന്നിട്ട് അവള് വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അഞ്ജലിയെ കാണാനായിട്ട് അർജുനും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ അർജുന അഞ്ജലി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്, എന്റെ അനിയത്തിനോടും മാമനോട് അമ്മയോട് എല്ലാരോടും സംസാരിക്കുന്നത്, ഇപ്പൊ അവസാനം പോയിട്ട് എന്റെ അമ്മയോട് സംസാരിച്ചേക്കുന്നത്, ഇനി നാളെ ഞാൻ എങ്ങനെ നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് അവരോട് പറയും, നീ അതൊന്നും എന്താ ആലോചിക്കാത്ത എന്ന് പറഞ്ഞു അവന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അർജുൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. നീ ഇന്ന് പ്രപ്പോസ് ചെയ്യും, ഇനി നാളെ വിളിച്ചിട്ട് ഇനി കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല